ആ അമ്മേ, ലീവ് ഇന്നലെ സാങ്ഷൻ ആയത്. അത് ഒത്തിരി ദിവസത്തേക്കൊന്നും ഇല്ല, ഒരു 10 ദിവസം. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഞാൻ നാളെ പുലർച്ചെ ഇവിടുന്ന് തിരിക്കും. മറ്റന്നാ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ. ആ പിന്നെ അമ്മേ, മോൻ സുഖായിരിക്കുന്നു? ഹലോ ഹലോ അമ്മേ, ഇവിടെ റേഞ്ച് കട്ടാവുന്നുണ്ട്. ഞാൻ വന്നോളാം. ശരി ശരി. उन्हीं कृष्णन, हाँ तुम कल गांव जा रहे हो ना? हाँ सुबीर भाई, 2.25 साल हो गया अभी घर जाके. मेरा बेटा पैदा होके एक पल देखा भी नहीं उसको. 2 साल हो गए उम्र उसका. बहुत मन कर रहा है सुबीर भाई बीवी बच्चे को देखने. हाँ हाँ, वो तो ठीक ही है, लेकिन हमारे सबसे बड़े जिम्मेदारी हमारे देश की सुरक्षा पे है. हम जी रहे हैं हमारे देश के लिए. हाँ सुबीर भाई, पहला हमारा देश, उसकी बाद ही सब कुछ. उन्हीं कृष्णन, तुम जाके तुम्हारे अपनों को देके आओ. ओके. और हाँ, सबको मेरा प्रणाम और प्यार बताना. जरूर सुबीर भाई. अरे उन्हीं कृष्णन, हाँ बताओ सुबीर भाई. तुम जब गांव से वापस आएगा ना, हाँ तो मेरे लिए अच्छा सा केले के चिप्स और पिकल लेके आना. हाँ तुम्हारा केरल का एकदम मस्त चीज है. विल डू सुबीर भाई. கிருஷ்ணா, பெருமாள்ண்ணா வாங்க. ஆ. இங்க உட்காருங்கண்ணா. ஆ சொல்லுங்க. வெடிக்கால 4 மணிக்கு ட்ரக்கு போகுது. அப்போது மெயின் கேம்ப் முன்னாடி வந்து சேர சொல்லியிருக்கார் மேஜர். சரிங்கண்ணா. எல்லாமே ரெடியாக வச்சிரு, தூங்காதே. இல்லை என்ன? அப்புறம் வீட்டில் அம்மாக்கிட்டையும் பொண்டாட்டிக்கிட்டையும் என்னோட அன்பை சொல்லிடு. சொல்கிறேண்ணா. அப்புறம் உன் குழந்தைக்கு என்னோட முத்தம் கொடுத்துரு. கண்டிப்பாக. என்ன? சரி, எனக்கு காலையில் உரி கேம்பில் தான் டியூட்டி போட்டிருக்கு. இல்லைன்னா நான் வந்து உன்னை கூப்பிட்டுருப்பேன். பரவாயில்ல. சந்தோஷமாக போய் வா. சரிங்கண்ணா. ഭവാനിയമ്മേ, ഭവാനിയമ്മോ. ആ രാജനോ? എന്താ മോനെ? ഭവാനിയമ്മേ, ഉണ്ണി എപ്പോ എത്തുമെന്നല്ലോ പറഞ്ഞായിരുന്നു? ഉച്ചയ്ക്ക് എത്തുന്നാ പറഞ്ഞത്. ഓ ആ. 2 വർഷം എന്റെ ഉണ്ണി പോയിട്ട് അവന്റെ കുഞ്ഞ് ജനിച്ചിട്ട് വന്നൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അമ്മ, അവൻ രാജ്യത്തിന്റെ ജവാനല്ലേ? സ്വന്തം കാര്യങ്ങളെക്കാളും ആഗ്രഹങ്ങളെക്കാളും ഉത്തരവാദിത്തം അവനെ പോലുള്ള സൈനികർക്ക് രാജ്യത്തോടുണ്ട്, അറിയോ? അവനെ പോലുള്ള ഭടന്മാര് രാജ്യത്തുള്ളത് കൊണ്ടാ നമ്മൾ ഈ രാജ്യത്ത് എപ്പോഴും സുരക്ഷിതരായിരിക്കുന്നത്. അപ്പോ ഒരു സൈനികനേക്കാൾ വലുത് ആരുണ്ട് ഈ രാജ്യത്ത്? അതൊക്കെ ശരിയാ. പെറ്റ വയറല്ലേ, വിങ്ങലുണ്ടാകാതിരിക്കോ? അമ്മ ജന്മം നൽകിയ മകൻ ഈ രാജ്യത്തിന്റെ സൈനികനായതിൽ അമ്മ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ധീരപുത്രന്റെ ധീരമാതാവല്ലേ ഈ ഭവാനിയമ്മ? അമ്മേ, ആ ചോറ് വെന്തു, വാർത്ത് വെക്കട്ടെ? അതൊക്കെ ഞാൻ ചെയ്തോളാം. നീയേ ആ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉമ്മറത്തേക്ക് ഇങ്ങോട്ട് വന്നേ. ആ. അവള് രാവിലെ കേറിയത് അടുക്കളയില്. അവൻ ഇഷ്ടമുള്ളത് ഓരോന്നായിട്ട് പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കുവോ? ഇന്ന് കാവിലെ വിളക്കാ, അറിയാലോ രണ്ടാൾക്കും. അതേ, കഴിഞ്ഞ വർഷം രണ്ടുപേരും ഉണ്ണിയിലെന്ന് പറഞ്ഞു വന്നില്ല. ഇത്തവണ അത് പറ്റില്ല. ദീപാരാധനയ്ക്ക് മുന്നേ അങ്ങ് വന്നേക്കണം. ആ അതെ, ദൈവത്തിനോട് എന്തിനാ അമ്മേ പിണങ്ങുന്നത്? പിന്നെ കൊച്ചി സംഗമത്തിലൂടെ ഉഗ്ര നാടകം വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. എന്തായാലും ഉണ്ണി വരട്ടെ. ഞങ്ങള് കാവില് കുഞ്ഞിനെ ഒന്ന് തൊഴിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. വൈകിട്ട് വരുന്നുണ്ട് രാജേട്ടാ. അമ്മേടെ ഭഗവതി പല ഇറങ്ങി തോന്നുന്നുണ്ട്.
പഞ്ചായത്ത് ഓഫീസിൽ ചെറിയൊരു ജോലി ബാക്കിയുണ്ട്. പെട്ടെന്ന് അത് തീർത്തിട്ട് വേണം വൈകുന്നേരം അങ്ങ് വരാൻ. അപ്പോൾ നമുക്കവിടെ കാണാം. ആ അതെ, ഞാനിവിടെ വന്നിരുന്നു എന്ന് ഉണ്ണിയോടൊന്ന് പറഞ്ഞേക്കണം. ആ അപ്പോൾ ശരി, വരട്ടെ. അയ്യോടി, ഇനി എന്തൊക്കെ പണികളാ കിടക്കുന്നത്? വാ. ശ്ശോ. ഉണ്ണിയല്ലേ അത്? അതെ, ഉണ്ണിയേട്ടനാണ്. ഏത്? നമ്മുടെ സുധാകരന്റെ മോൻ. അതെ. അപ്പൊ പട്ടാളത്തില്. ആ. ഓ, ഉണ്ണിയുടെ കോലാകെ മാറി. ഉണ്ണി, ഉണ്ണി, നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. മുടിയൊക്കെ വടിച്ച് പുതിയ രീതിയിലാണല്ലോ. അവിടെ പലരും ഇങ്ങനെയാ. ഇതാ സൗകര്യം. നീ എന്നാ തിരിച്ചു പോണേ? ഉടനെ തന്നെ പോവുമല്ലോ അല്ലേ? ചേട്ടന് വേറെ ജോലിയൊന്നുമില്ലേ? അവൻ വന്ന് വീട്ടിലേക്ക് കയറിയില്ല. ഓ, അപ്പോഴേക്കും അവൻ തിരിച്ചു പോണ കാര്യം അറിയണം. ഉണ്ണി, നീ വീട്ടിലേക്ക് അല്ലേ? ഉണ്ണിയേട്ടാ, ഇന്ന് കാവില് നാടകമുണ്ട്. വൈകിട്ട് എന്തായാലും വരണം. ഉറപ്പായിട്ടും. ഞാൻ ആദ്യം വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ. ഓ ശരി. ചേട്ടന് വേറെ ഒന്നും ചോദിക്കാൻ കണ്ടില്ലേ? അവന് ദേഷ്യം വന്നിട്ടുണ്ടാവും. ചേട്ടാ, പട്ടാളക്കാരനാ. അവർക്ക് ദേഷ്യം വന്നാൽ വെടിവെച്ച് കൊല്ലും. കേസില്ലാന്നറിയാലോ. വെറുതെ വെടികൊണ്ട് ചാകണോ? ഞാൻ ചോദിച്ച തെറ്റ്. അമ്മേ, അമ്മേ. മോനെ, മോനെ, മക്കളെ. അമ്മേ, മോനെ, എത്ര നാളായി എന്റെ കുട്ടിയെ ഒന്നടുത്ത് കണ്ടിട്ട്. അമ്മ കാത്തിരിക്കായിരുന്നു ഒന്നടുത്ത് കാണാൻ. അതിനിപ്പോ ഞാൻ വന്നില്ല. ഇതിലും നല്ലത് നിനക്ക് മുടിയുള്ളതായിരുന്നു. കോലം അങ്ങോട്ട് മാറി. അവിടേക്ക് ഇതാ അമ്മേ നല്ലത്. ഒന്ന് പോടാ. പിന്നെ രശ്മി, നീ അകത്തേക്ക് ചെല്ല. അവൾക്കും വിഷമം കാണില്ലേ? പിന്നെ നിന്റെ പൊന്നു മോനെ നിനക്കൊന്ന് കാണണ്ടേ? മോനെ. മോനെ, ആ ആ, എന്താ അമ്മേ? മോനെ, നീ വേഗം പോയി ആ പുഴയിലൊന്ന് മുങ്ങി കുളിച്ചിട്ട് വാ. ഊണ് കാലായിരിക്കുക. നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം രശ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര നാളായി. അപ്പൊ നിങ്ങളാരും ഇതൊരു ആഹാരം കഴിച്ചില്ലേ? ആ, നീ വരാതെ എങ്ങനെയാ ഞങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങുമോ? നീ വേഗം പോയി കുളിച്ചിട്ട് വാ. ശരി. ഓടാ. എടാ ഉണ്ണി, അവിടേക്ക് ഇങ്ങനെ പുഴയൊക്കെ ഉണ്ടാ? ഏയ്, ഞാൻ നിൽക്കുന്ന പോസ്റ്റിന് സമീപത്തൊന്നുമില്ല. അവിടെയൊക്കെ മഞ്ഞും തണുപ്പല്ലേ.
ഇനി പുഴ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ കുളിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ നമ്മുടെ നാടിന്റെ മാത്രം ഒരു സുഖമല്ലേടാ. വെറുതെ അല്ല കേരളം ദൈവത്തിന്റെ നാടെന്ന് വിളിക്കണത്. പുഴ, പാടം, കാവ്, പള്ളി, പെരുന്നാള്, ഉത്സവം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമല്ലേടാ ഉള്ളൂ. ഉണ്ണി, നീ എന്നാ തിരിച്ചു പോണേ? എന്റെ പൊന്ന് മാധവേട്ട, ഞാനിന്ന് വന്നല്ലേ ഉള്ളൂ, പെട്ടെന്ന് തിരിച്ചു പോയിക്കോളാം. ചോ, ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചാടാ. ലാ ദേ ഇതെല്ലാം കൊണ്ടുവന്നല്ലേ? എന്റെ മാധവേട്ട, ഇത്രയും പ്രായമായിട്ടും മദ്യം കുടിച്ച് മതിയായില്ലേ? ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. പട്ടാളക്കാർക്ക് അവിടെ മദ്യ കച്ചവടമൊന്നും അല്ല പണി. മാധവേട്ട, ഞാൻ പോട്ടെ, പിന്നെ കാണാം. പോട്ടെ. പട്ടാളക്കാരനായിപ്പോ അവനിത്തിരി അഹങ്കാരം കൂടിയുണ്ട്. അവരഹങ്കരിച്ചതന്നെ കുഴപ്പം. നമ്മളെന്തി അനുഭവിക്കുന്ന സന്തോഷവും സുഖമൊക്കെ അവര് രാജ്യം കാക്കുന്നുകൊണ്ടാ. മനസ്സിലായോ? മാറായിരുന്നു. उठो उन्हीं कृष्णन, चलो उन्हीं कृष्णन, उठो जल्दी आओ, बाहर आओ। उन्हीं कृष्णन, चलो दरवाजा खोलो। उन्हीं कृष्णन, उन्हीं कृष्णन। क्या हुआ सुबीर भाई? 1 घंटा और बाकी है 4 बजे होने को। हमारे कैंप पोस्ट में टेररिस्ट घुस आया और वे आतंकवादी गोली मारना शुरू किया। पाकिस्तान फौजी सपोर्ट करके हमारे देश में हमला कर रहा है। जल्दी फोन होने के लिए मेजर साहब ने ऑर्डर दिया है, जल्दी चलो। उन्हीं कृष्णन, सबके छुट्टी जनरल साहब ने रद्द किया है, तुम जल्दी तैयार होके आ जाओ। हम हमारे देश में कोई दुश्मन को घुसने नहीं देंगे, जल्दी चल। എനിക്കെന്റെ പെറ്റമ്മയെക്കാളും പ്രിയങ്കരമാണ് എന്റെ മാതൃരാജ്യം. മറ്റെന്തിനേക്കാളും വലുതാണ് എനിക്കെന്റെ രാജ്യത്തിന്റെ സുരക്ഷ. ഇല്ല, ഒരു ശത്രുവിനെ എന്റെ രാജ്യത്തെ ആക്രമിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ അവസാന ശ്വാസം വരെ ഭാരതാംബയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്.
വണ്ടി ഒന്ന് നിർത്തിക്കോ. രാജൻ. നമസ്കാരം സാർ. എന്താ സാറേ? എടോ മെമ്പറേ, ഈ സുബേദാർ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെയാടോ? എന്താ സാർ? ഉണ്ണികൃഷ്ണൻ ഇപ്പം എത്തുമല്ലോ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വന്ന് കാണാൻ പറഞ്ഞാൽ മതിയോ? അതല്ലടോ. പിന്നെ എന്താ? ഒരു ഇൻഫർമേഷൻ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എന്താണ് സാർ? ഇന്ന് വെളുപ്പിന് കാശ്മീർ പൂഞ്ച് താഴ്വാരത്തിൽ വെച്ച് ഉണ്ടായ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൽ സുബേദാർ ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു. ആർമി ഒഫീഷ്യൽസ് ഇപ്പോഴാണ് അത് സ്ഥിരീകരിച്ചത്. മെസ്സേജ് കൺവേ ചെയ്യാൻ ഇവിടെ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എടോ, ഈ വിവരം ഒന്ന് ഒഫീഷ്യലായി ആ വീട്ടുകാരെ അറിയിക്കണം. സാർ, ഉണ്ണികൃഷ്ണൻ അമ്മയും ഭാര്യയൊക്കെ 2 വർഷത്തിന് ശേഷമുള്ള അയാളുടെ വരവും കാത്തിരിക്കുകയാണ്. ദൈവമേ, ആ കുഞ്ഞിനെ ജനിച്ചിട്ടൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. എടോ, താനും കൂടെ ഒന്ന് വാടോ. സാർ, ഞാനിങ്ങനെ ഡോ, താൻ വന്നേടോ. ഭവാനിയമ്മേ, ഭവാനിയമ്മേ. ഓ എന്താ എന്താ രാജ? എന്താ സാറേ? എന്താ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്താ അമ്മേ? ഇവരൊന്നും പറയുന്നില്ല. എന്താ രാജേട്ടാ? പറയൂ, എന്താ സർ? അമ്മേ, സുബേദാർ ഉണ്ണികൃഷ്ണൻ ഞാൻ തിരിച്ചു വരും. അപ്പോൾ എന്റെ കയ്യിൽ എന്റെ പ്രിയ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്റെ പ്രിയ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക എന്റെ നെഞ്ചിൽ പുതപ്പിച്ചിട്ടുണ്ടാവും. ഒന്നുറപ്പ്, ഞാൻ തിരിച്ചു വരും. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.